ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലയുടെ സംരക്ഷണത്തിനായി നിത്യവും പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തുന്ന ഒരു കാവുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ആദിമഗോത്ര സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ നശിക്കാതെ നിലനിന്നു പോകുന്ന അപൂർവ കാവുകളിൽ ഒന്നാണ് പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്നും അച്ചൻകോവിലുള്ള വനപാതയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവ്. അരൂപിയായ ഒരു ശക്തി കാട്ടുവഴികളിലെ കാറ്റിലും ശാന്തമായി ഒഴുകുന്ന അച്ചൻകോവിൽ ആറിലും കാടിൻ്റെ കുളിരിലും ഒക്കെ ആ ശക്തി ഉണ്ട്. പ്രപഞ്ചത്തിലെ സകലതയും ഈശ്വരഭാവം കണ്ട് ആരാധിച്ചു പോകുന്ന വിശ്വാസ ജനതയുടെ സംസ്കാരത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കാനന ക്ഷേത്രം. കാലദോഷവും കർമ്മദോഷവും ഒക്കെ തീർത്ത് ദേശത്തിൻ്റെ കാവലായി മാറുന്ന അപ്പൂപ്പൻ ഇവിടെ ഉണ്ട്. 999 മലനടകളുടെ അധിപനായി കാണുന്ന കല്ലേരി ഊരാളി അപ്പൂപ്പനെ മലയാളികൾക്ക് അധികം പരിചിതം അല്ലായിരിക്കും. പൂർണ്ണമായി വനത്തിനുള്ളിൽ അച്ചൻകോവിൽ ആറിൻ്റെ തീരത്തായി കാടിൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ചു നിൽക്കുന്ന ക്ഷേത്ര അന്തരീക്ഷവും ചുറ്റുപാടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 365 ദിവസവും അന്നദാനമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പൂപ്പൻ കാവ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രതീകം തന്നെയാണ് ഈ ക്ഷേത്രം. മലദൈവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന ഊരാളി അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ഉപദൈവങ്ങളെ തൊഴാനും ഇവിടെ സാധിക്കും. അപ്പൂപ്പന് അടുക്ക വയ്ക്കുക എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അടുക്ക എന്നാൽ കള്ള്, താമ്പൂലം, കരിക്ക് തുടങ്ങിയവയാണ് അടുക്കയിൽ ഉള്ളത്. വിശ്വാസിയും അവിശ്വാസിയും എല്ലാം അപ്പൂപ്പന് ഒരുപോലെയാണ്. കർമ്മം ആണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധന. പാപിയും നല്ലവനും എല്ലാം ഒരുപോലെയാണ്. കിഴക്ക് നിന്നും ഒഴുകി വരുന്ന അച്ചൻകോവിലാറിൻ്റെ തീരത്ത് പൂർണ്ണമായി വനത്തിൻ്റെ നിശബ്ദതയിലും 999 മലനടകൾക്ക് കാവലായി നിൽക്കുന്ന കല്ലേരി അപ്പൂപ്പൻ കാവ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും 19 കിലോമീറ്റർ മാറി കല്ലേരി അച്ചൻകോവിൽ വനപാതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1500 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. എന്നും വാനരയൂട്ടും മീനൂട്ടും ഒക്കെ നടത്തിയാണ് നിത്യപൂജ ഇവിടെ തുടങ്ങുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. മറ്റു ക്ഷേത്രങ്ങളുടെ പോലെ നമ്മൾ മനസ്സിൽ അല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇവിടെ ഉറക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങളും സങ്കടങ്ങളും എന്തു തന്നെ ആയാലും അത് ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഒരു പ്രത്യേകത. 24 മണിക്കൂറും ഇവിടെ ദർശനമുണ്ടെന്നുള്ളതാണ്. ഇവിടെ പറ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. മഞ്ഞൾപ്പറ, നാണയപ്പറ, നെൽപ്പറ, അൻപൊലി എന്നിവ സമർപ്പണമായി നിത്യവും നടന്നു വരുന്നു. പ്രകൃതി സത്യങ്ങളെ സാക്ഷി വെച്ച് ഊരാളിമാർ വിളിച്ചു ചൊല്ലി ദേശദോഷവും കാലദോഷവും കുടുംബദോഷവും ഒഴിച്ചിറക്കുന്നു. കാലവും കളരിയും ഊരാളിയും ഒന്നു ചേർന്ന് നന്മകൾ പ്രാധാന്യം ചെയ്യുന്നു. പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കല്ലേരി അപ്പൂപ്പൻ കാവിൻ്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരുന്നതല്ല. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.